അസ്സലാമു അലൈക്കും. നമുക്കിന്ന് വൂളൻ നൂല് വെച്ച് ഒരു പൂക്കൾ ഉണ്ടാക്കാം. 2 കളറുള്ള വൂളൻ നൂല് വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ നൂല് ഇങ്ങനെ ക്രോസാക്കി വെച്ച് ചുറ്റിയിട്ട് കെട്ടണം. എളുപ്പമുള്ളൊരു കെട്ടാണ്, എല്ലാവർക്കും അറിയാവുന്ന കെട്ട് തന്നെയാണ്, എന്നാലും കാണിക്കാമെന്ന് മാത്രം. അറിയാത്തവർക്ക് വേണ്ടി കാണിക്കാമെന്ന് മാത്രം. അതിലേക്ക് സൂചി ഇട്ടിട്ട് ടൈറ്റാക്കണം. ഇനി 5 ചെയിൻ സ്റ്റിച്ച് ഇടണം. വളരെ സാവധാനത്തിലാണ് കാണിക്കുന്നത്. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ്. എല്ലാവർക്കും ഇത് നോക്കി ചെയ്യാൻ പറ്റും. അത്രയും സാവധാനമാണ് ഞാൻ ചെയ്യുന്നത്. തൂങ്ങിക്കിടക്കണ ചെറിയ നൂലുണ്ടല്ലോ, അത് കട്ട് ചെയ്ത് കളയണം. അല്ലെങ്കിൽ ഇനി അടുത്തത് തുന്നുമ്പോൾ ആ നൂല് അതിൻ്റെ ഉള്ളിൽ കൂടെ കയറും. സൂചിമ നൂല് ചുറ്റുക, എന്നിട്ട് അതിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ അടിയിൽ കൂടെ എടുത്തിട്ട് അടിയിൽ കൂടെ ആ നൂലിനെ മേലേക്ക് വലിക്കുക, സൂചിമ കൊളുത്തിയിട്ട്. ഇനി ചുറ്റി 2 നൂലും കളയുക. എന്നിട്ട് വീണ്ടും ചുറ്റിയിട്ട് 2 നൂല് ഒഴിവാക്കുക. എന്നിട്ട് വീണ്ടും ചുറ്റിയിട്ട് അടിയിൽ കൂടെ എടുത്തിട്ട് നൂലിനെ മേലേക്ക് വലിക്കുക. എന്നിട്ട് വീണ്ടും ചുറ്റി 2 കളയുക, വീണ്ടും ചുറ്റി 2 കളയുക. അങ്ങനെ എല്ലാം ഉണ്ടാക്കുക. അങ്ങനെ ചുറ്റിലും തുന്നി വരണം. അപ്പോൾ ശരിക്കൊരു വട്ടമായി കഴിഞ്ഞ് നമ്മൾ നൂല് കട്ട് ചെയ്ത് കളഞ്ഞു. ഞാൻ കട്ട് ചെയ്ത ചെറിയ നൂലിൻ്റെ ഭാഗം ഈ സൂചിൻ്റെ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് എടുക്കണം, അല്ലെങ്കിൽ അത് അഴിഞ്ഞു പോകും. ഇതിപ്പോൾ ഇങ്ങനെ എടുത്താൽ ഒരു കെട്ടായി കിടക്കും, ഒരു കെട്ടായി. ഇനി അത് അഴിയില്ല. ഉള്ളിൽ കൂടെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നൂല് വലിച്ചാൽ ഫുള്ളും ഇങ്ങോട്ട് പോരും, പൂക്കളൊക്കെ ഇങ്ങോട്ട് പോരും. ഇനി ലൈറ്റ് കളർ കൊണ്ട് നമുക്ക് ബോർഡർ വെച്ച് കൊടുക്കുക. ആ വട്ടത്തിന് ചുറ്റും ബോർഡർ വെച്ച് കൊടുക്കണം ലൈറ്റ് കളർ നൂല് കൊണ്ട്. ആ നൂലൊന്നവിടെ ടൈറ്റാക്കി കെട്ടണം. ഉള്ളിൽ കൂടെ എടുത്ത് എത്ര പെട്ടെന്നാണ് ചെയ്യാൻ. വളരെ സാവധാനമാണ് തുന്നി കാണിക്കുന്നത്. വളരെ സാവധാനം വെച്ചാൽ വളരെ സാവധാനമാണ് തുന്നി കാണിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. കഴിഞ്ഞു, തുന്നൽ കഴിഞ്ഞു, ബോർഡർ തുന്നൽ കഴിഞ്ഞു. ഞാൻ പൊന്തി നിൽക്കുന്ന നൂലൊക്കെ വെട്ടിക്കളയണം. ഞാൻ നൂലോടെ മുറിച്ച് മാറ്റണം. ഞാൻ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ആ കഷ്ണം നൂല് ഉള്ളിൽ പുറത്തേക്ക് എടുക്കണം, എന്നെങ്കിൽ അതൊരു കെട്ടായി നിൽക്കുള്ളൂ. കെട്ടായി നിന്ന് തൂങ്ങി കിടക്കുന്ന നൂലിനെ അതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കണം. വളരെ സാവധാനത്തിലാണ് കാണിക്കുന്നത്. ഒരു ഇതള് തുന്നൽ കഴിഞ്ഞ്. അതേപോലെ നമ്മൾ 5 ഇതള്, ഇപ്പോൾ 6 ഇതളായി. 6 ഇതള് തുന്നി. നമുക്ക് സൂചി നൂലും വെച്ച് അതിൽ കോർത്തെടുക്കാം. ഈ നൂലുമ്മേൽ കോർത്തെടുക്കാം നമുക്ക് എല്ലാതും. നൂലിൻ്റെ അടിയിൽ കെട്ടൊന്നും ഇടണ്ട, അങ്ങനെ കോർത്തെടുത്താൽ മതി.
നൂലൊന്ന് കട്ട് ചെയ്ത് വലിയ നൂല് കട്ട് ചെയ്തിട്ട് നമുക്കത് നന്നായിട്ട് ടൈറ്റാക്കി കെട്ടണം. ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ട്. എവിടെയെങ്കിലും പൊന്തി നിൽക്കുന്ന നൂലുകളൊക്കെ വെട്ടി ഒഴിവാക്കി കൊടുക്കണം. അതിൻ്റെ നടുവിൽ നമുക്കൊരു മുത്ത് വെച്ച് കൊടുക്കാം. അതിനായിട്ട് മുത്ത് കോർക്കുക, സൂചിയിൽ കോർത്തിട്ട് തുന്നി വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുണ്ടാവും പൂക്കൾ കാണാൻ. പൂവിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ആ മുത്ത് വെക്കുന്നത്. ഇനി നൂലിൻ്റെ ഭാഗം കട്ട് ചെയ്ത് കളയണം. ഞാൻ നൂലിൻ്റെ രണ്ടറ്റവും കൂട്ടിയിട്ട് നല്ല ടൈറ്റാക്കി ഒന്ന് കെട്ടി കൊടുക്കണം. നമ്മുടെ പൂവിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് നല്ല ഭംഗിയുള്ളൊരു കുഞ്ഞി പൂക്കൾ, 2 പൂക്കളുണ്ട്. നല്ല ഭംഗിയായിട്ട്. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.